ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെയായി ഇവാൻ ബേബി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുട്ടിൻ്റെ കൂടെ മീൻകറിയാണ് ഇക്കാക്കൊക്കെ ഇഷ്ടം. അപ്പോൾ നമുക്ക് അത് പുട്ടിൻ്റെ കൂടെ ഇന്ന് ഒരു മീൻകറിയുടെ പുതിയ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ മോൾ ഇവാൻ ബേബിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് പുട്ടും മീൻകറിയാണ്. അപ്പോൾ നമുക്ക് മീൻകറിയുടെ സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോഴിതാ ഞാൻ ആദ്യം പുട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി റെഡിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ പുട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി മീൻകറി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അങ്ങനെ ഫ്രഷായ അയിലയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ സവാള ഒട്ടും തന്നെ ആഡ് ചെയ്യണില്ല കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങ നന്നായി അരച്ചെടുക്കണം. ആദ്യം ഉലുവ ആഡ് ചെയ്യുക, എന്നിട്ട് കടുകിട്ട് ചെറിയുള്ളി ഇട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ചെറിയുള്ളിയുടെ ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് വരുന്നത്. അങ്ങനെ ചെറുതായി തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ ചതക്കാതെ ഇട്ടാൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ മീൻ കഷ്ണത്തിന് അനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുടംപുളിയാണ്. പുളിവെള്ളം നല്ല ആഡ് ചെയ്യണില്ല. 2 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവരവരുടെ പുളിക്കനുസരിച്ച്. പിന്നെ പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കറി നന്നായി കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയില കഷ്ണങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യണത്. നമുക്ക് അങ്ങനെ നമ്മൾ അയില കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി നമുക്ക് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ പുട്ടിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് റൈസിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ തക്കാളി കഷ്ണങ്ങൾ ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇനി കറി നല്ലോണം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കടുക് വറുത്തിട്ട് അതുപോലെ തന്നെ ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ
കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കറി വറവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പുട്ടും ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഡിന്നറിന് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീൻ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഓക്കെ, നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.